ശിവപാർവതിമാരുടെ ബിംബങ്ങളും മുതിരേരിവാളും ഭണ്ണാരമെഴുന്നള്ളത്തും അക്കരെ സന്നിധാനത്ത് പ്രവേശിച്ചു. മണത്തണയിലെ കരിമ്പനക്കൽ ഗോപുരത്തിൽ നിന്ന് ഊരാളന്മാരുടെയും അടിയന്തര യോഗത്തിന്റെയും സ്ഥാനികരുടെയും സാന്നിധ്യത്തിൽ ഗജവീരന്മാരുടെ അകമ്പടിയോടെ വാദ്യഘോഷങ്ങളോടെ ഭക്തജനങ്ങളുടെ ഓംകാര വിളികളോടെ സ്വർണകുംഭങ്ങളും രജതകുംഭങ്ങളും കലശപാത്രങ്ങളും തിരുവാഭരണങ്ങളടങ്ങിയ ഭണ്ഡാരങ്ങളും ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിലെ വാളുകളും യാഗഭൂമിയിലേക്ക് എഴുന്നള്ളിച്ചു. മണത്തണയിൽ വിവിധ പ്രദേശങ്ങളിൽ പ്രത്യേക പൂജകൾ കഴിഞ്ഞതിന് ശേഷം അടിയന്തര യോഗം ചേരുന്നതോടുകൂടിയാണ് കരിമ്പനക്കൽ ഗോപുരത്തിൽ ഭണ്ണാര എഴുന്നള്ളിപ്പിനുള്ള ചടങ്ങുകൾ തുടങ്ങിയത്. പെരുവണ്ണാൻ കാവ് തീണ്ടി കരിമ്പനക്കൽ ഗോപുരത്തിലെത്തി അനുമതി നൽകിയതോടെയാണ് ഭണ്ണാരം എഴുന്നള്ളത്തിന്റെ ഒരുക്കങ്ങൾ തുടങ്ങിയത്. തുടർന്ന് ഭഗവതി തെയ്യം കോലമഴിക്കുന്നതോടെ ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് 3 വാളുകൾ ഗോപുരത്തിലേക്ക് എഴുന്നള്ളിച്ചു. ഏഴിലക്കാർ ഭണ്ണാരയറ തുറന്ന് സ്വർണ്ണക്കുടം, വെള്ളിക്കുടം, തിരുവാഭരണങ്ങൾ, പൂജാപാത്രങ്ങൾ തുടങ്ങിയവ പുറത്തെടുക്കും. കണക്കപ്പിള്ള ഭണ്ണാരം കണക്ക് നോക്കി നിജപ്പെടുത്തിയ ശേഷം മുഖമണ്ഡപത്തിലേക്ക് കൊണ്ടുവന്ന് പൂജിച്ചു. ഇതിനുശേഷം ഭണ്ണാരവും തിരുവാഭരണങ്ങളും പൂജാപാത്രങ്ങളും സ്വർണം, വെള്ളി പാത്രങ്ങളും ഉത്സവകാലത്ത് ഉപയോഗിക്കുന്ന മറ്റു പാത്രങ്ങളും മണത്തണയിൽ നിന്ന് കിലോമീറ്ററുകളോളം കാൽനടയായി ഇക്കരെ കൊട്ടിയൂരിലെത്തിച്ചു. ഏറ്റവും മുന്നിൽ സ്വർണ്ണപാത്രവും വെള്ളിപ്പാത്രവും, തുടർന്ന് തിരുവാഭരണ ചെപ്പ്, വെള്ളിച്ചെപ്പ്, ചപ്പാരം ഭഗവതിയുടെ വാളുകൾ, പിന്നിലായി 2 ഗജവീരന്മാരും വാദ്യഘോഷങ്ങളും എന്നതാണ് ഭണ്ണാരം എഴുന്നള്ളിപ്പ്. 11 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇക്കരെ കൊട്ടിയൂരിൽ വാണരുളുന്ന ഉമാമഹേശ്വരന്മാരും മുതിരേരിവാൾ, ചപ്പാരം ഭഗവതിയുടെ വാളുകൾ എന്നിവ ഭണ്ണാരങ്ങൾക്കൊപ്പം അക്കരെ സന്നിധാനത്തേക്ക് എഴുന്നള്ളി. ശ്രീകോവിലിൽ നിന്ന് പടിഞ്ഞാറേ നടവഴി പുറത്തേക്ക് എഴുന്നള്ളിച്ച് ആയില്യാർക്കാവിന് മുന്നിൽ കൂവളത്തറയ്ക്ക് സമീപം ശിരസ് നമിച്ച് ചപ്പാരം ഭഗവതിയുടെ അകമ്പടിയോടെ ദേവീദേവന്മാർ അക്കരയിലേക്ക് എഴുന്നള്ളിയത്. ദേവീദേവന്മാർ ബാവലിയിൽ നീരാടി അക്കരയിലേക്ക് കടക്കുമ്പോൾ പാണിവാദ്യവുമായി ഓച്ചർമാർ അകമ്പടി സേവിച്ചു.
മുന്നിൽ സമുദായി, പിന്നിൽ വിവിധ അകമ്പടിക്കാർ, പിന്നിൽ ദേവീദേവന്മാർ എന്നിങ്ങനെ കിഴക്കേ നട വഴി മുഖമണ്ഡപത്തിലെത്തി. ദേവീദേവന്മാർ മണിത്തറയിൽ ഉപവിഷ്ടരായി. മുതിരേരി വാളും മണത്തണ ചപ്പാരം ഭഗവതിയുടെ വാളുകളും ഭണ്ണാര അഴയിൽ സാന്നിധ്യമരളി. ഇതോടെ സമുദായി കൂത്തുവിളക്കിൽ നിന്ന് കയ്യാലകളിലേക്ക് ദീപം പകർന്നു. ആദ്യ ചടങ്ങായ സഹസ്രകുംഭാഭിഷേകം, നവകം, തിരുവത്താഴ പൂജ, ശ്രീഭൂതബലി ചടങ്ങുകൾ നടന്നു. തുടർന്ന് 36 വെള്ളിക്കുടം കൊണ്ട് ജലാഭിഷേകം നടത്തി. പോയ വർഷം അവസാനിക്കാതെ ബാക്കി നിർത്തിയ ചടങ്ങുകൾ ഈ വർഷം ഭണ്ണാരമെഴുന്നള്ളിപ്പ് അക്കരെ എത്തിയതോടെയാണ് പൂർത്തിയായത്. സ്ത്രീകൾക്ക് ഇന്നു മുതൽ ദർശനം നടത്താം. ഇന്ന് പെരുമാളിന് ആദ്യ ശിവേലി നടക്കും. ഇന്നറിയാൻ ന്യൂസ് കേരള, കണ്ണൂർ.